നമസ്കാരം. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് സുരേഷ് ഗോപി. തീപാറും ഡയലോഗുകളും ആക്ഷനുകളുമൊക്കെയായി സിനിമയിൽ സജീവമായിരുന്ന അദ്ദേഹം ഇടയ്ക്ക് വെച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയായിരുന്നു. വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും സജീവമായത്. നിലവിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിലാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയാണ്. സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ പാത പിന്തുടരുകയാണ് മകൻ ഗോകുൽ സുരേഷ്. സിനിമയിൽ സജീവമാണ് ഗോകുലും. ഗഗനാചാരി എന്ന ചിത്രത്തിലാണ് താരം നിലവിൽ അഭിനയിക്കുന്നത്. ജോഷി സംവിധാനം ചെയ്ത പാപ്പനിൽ ആണ് സുരേഷ് ഗോപിക്കൊപ്പം മകനായി ഗോകുൽ എത്തിയത്. മകനും അച്ഛനും തമ്മിൽ മികച്ച കോംബോയാണ് സ്ക്രീനിൽ കണ്ടതും. അത് കഴിഞ്ഞും ഗോകുലിന്റെ ഒട്ടനവധി ചിത്രങ്ങളെത്തി. ഏറ്റവും ഒടുവിലെത്തിയ ഗോകുൽ ചിത്രമാണ് ഗഗനചാരി. ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ചിത്രം ഇന്നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. അച്ഛനൊപ്പം അഭിനയിക്കാൻ ആഗ്രഹിച്ചിരുന്നു. വലിയൊരു സ്വപ്നമാണ് പാപ്പനിലൂടെ സഫലമായത്. നടനായ അച്ഛനെ കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. അതിനാൽ തന്നെ അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കണമെന്നുണ്ടായിരുന്നു. ഫാൻ ബോയ് നിമിഷങ്ങളായിരുന്നു പാപ്പൻ തനിക്ക് സമ്മാനിച്ചതെന്ന് ഗോകുൽ സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അച്ഛനായ സുരേഷ് ഗോപിയുമായി വലിയ അറ്റാച്ച്ഡ് അല്ല, ഒരു ഭയം കലർന്ന ഇഷ്ടവും ബഹുമാനവുമാണ് അദ്ദേഹത്തോട് എന്നാണ് ഒരിക്കൽ ആനീസ് കിച്ചണിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഗോകുൽ പറഞ്ഞിരുന്നത്. അച്ഛനെ നല്ല പേടിയാണ് തനിക്കെന്നും അമ്മയോട് ആണ് കൂടുതൽ കണക്ഷൻ എന്നും ഗോകുൽ പറഞ്ഞിരുന്നു. ജീവിതത്തിൽ ഭയങ്കര വാശിക്കാരനും കുസൃതിയും നിറഞ്ഞ പയ്യനായിരുന്നു ഗോകുൽ എന്നാണ് ആനിക്ക് പറയാനുള്ളത്. രാധിക ഗർഭിണിയായിരുന്ന സമയത്ത് ഹോസ് എടുത്തുകൊണ്ടുവന്ന് ലിവിംഗ് ഏരിയയും ബെഡ്റൂം നിറയെ വെള്ളത്തിൽ മുക്കിയ ആളാണ് ഈ ഇരിക്കുന്നത്. അത്രയും തെറിച്ച ഒരു പയ്യനായിരുന്നു. പക്ഷേ രാധികയുടെ സുരേഷേട്ട എന്ന ഒറ്റ വിടിയിൽ ഇവൻ നിന്ന നിൽപ്പിൽ നിന്നുപോകും. അത്രയും പേടിയാണ് അച്ഛനെ. പിള്ളേർക്കെല്ലാം അങ്ങനെയാണ്. ഒരിക്കലും പിള്ളേരെ തല്ലിയിട്ടൊന്നും ഇല്ല, എങ്കിലും പേടിയും ബഹുമാനവുമാണ്. പക്ഷെ പെൺപിള്ളേർ അങ്ങനെയല്ല, അച്ഛനെ മാക്സിമം ഉപയോഗിക്കുന്ന ആളുകളാണ്, ആനി പറഞ്ഞു. ഈ വീഡിയോ ആണിപ്പോൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഗോകുൽ സുരേഷ് അച്ഛന്റെ മകൻ തന്നെ എന്ന് മലയാളികൾ ഒന്നടങ്കം പറയുന്ന കാര്യമാണ്. ലുക്കിലും ശബ്ദത്തിലും മാനർസിങ്ങളിലുമെല്ലാം ഒരു കൊച്ചു സുരേഷ് ഗോപിയാണ് താരം. സുരേഷ് ഗോപിയുടെ ആദ്യകാല ശബ്ദവും രൂപവും ഗോകുലിന് സമാനമാണ്. അടുത്തിടെ സുരേഷ് ഗോപിയുടെ ഒരു പഴയകാല ഇന്റർവ്യൂ വൈറലായിരുന്നു. അതിലെ ശബ്ദം ഗോകുലിൻ്റെതുപോലെ എന്നായിരുന്നു മലയാളികളുടെ വിലയിരുത്തൽ. ആ അഭിമുഖം കണ്ടപ്പോൾ താൻ തന്നെ ഞെട്ടിയെന്ന് പറയുകയായിരുന്നു ഗോകുൽ സുരേഷ്. അച്ഛന്റെ മാനറിസങ്ങൾ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അത് തനിയെ എന്നിൽ വരുമെന്നും താരം അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കഷ്ടപ്പെട്ട് ശ്രമിക്കേണ്ടി വരാറില്ല. അച്ഛനല്ലാത്ത കുറെ എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്. അച്ഛന്റെ പഴയ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ഡബ് ചെയ്ത പോലെ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ആദ്യമായാണ് ആ ഇന്റർവ്യൂ ഞാൻ കാണുന്നത്. അച്ഛന്റെ പഴയ ഇന്റർവ്യൂ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇതെന്റെ ശബ്ദമല്ലേ എന്ന് ആലോചിച്ചു. ഒരു പൊടിക്ക് അച്ഛന്റെ ശബ്ദം കൂടുതലുണ്ട്, ഗോകുൽ സുരേഷ് കൂട്ടിച്ചേർത്തു. ഗോകുലിന്റെ ഗഗനചാരി ഇന്നാണ് തിയേറ്ററിൽ എത്തിയത്. സായന വാർത്തകൾ, സാജൻ ബേക്കറി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ചന്ദ് സംവിധാനം ചെയ്യുന്ന ഗഗനചാരി നിർമ്മിച്ചിരിക്കുന്നത് അജിത് വിനായക് ഫിലിംസിന്റെ ബാനറിൽ അജിത് വിനായകയാണ്.